ടീച്ചേഴ്സ് ക്ലബ് PSC എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് നമുക്ക് ഈ വർഷത്തെ KVS NVS ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോൺ ടീച്ചിങ്ങിന്റെ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മലയാളം സെലക്ട് ചെയ്യാം. മലയാളം സിലബസ് എന്താണ് അതിന്റെ പ്രത്യേക വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടയർ 1ന്റെ ഫുൾ സിലബസിന്റെ വീഡിയോയും സെപ്പറേറ്റ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം തൽക്കാലം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ OBC സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടവർ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ആരംഭിക്കുക. അപ്ലൈ ചെയ്യുന്ന നേരത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഈ കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടതാണ്. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് ഭാഗം ലൈവായിട്ടും ബാക്കിയുള്ളത് പറ്റത്തില്ലല്ലോ. ഒരാൾ ചെയ്തതിന്റെ ആ സ്ക്രീൻഷോട്ട് കാണിച്ച് ഞാനിതിവിടെ ചെയ്യാം. ഓക്കെ. അത് പറയുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ എല്ലാവരും ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കി അതിന്റെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. വളരെ സാവധാനത്തിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എല്ലാവരിലേക്കും ഇത് ഷെയർ കൊടുക്കണം കേട്ടോ, ദയവായിട്ട്. അതുപോലെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എത്തുന്നവര് ദയവായിട്ട് ഒരു ചിലവില്ലാത്ത കാര്യമാണ് ലൈക്ക് ചെയ്ത് വിടുക. കാരണം ലൈക്ക് ചെയ്യുന്നത് നമുക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടല്ല. ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ലാത്തവർ ഒത്തിരി പേര് കാണും. അവരിലേക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് ഈ വീഡിയോ എത്തിക്കും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഇത് റവന്യൂ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാനലൊന്നും അല്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ചാനലും കൂടിയാണ്. അപ്പം ഒരുപാട് പേരിലേക്ക് എത്തട്ടെ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പലർക്കും ക്വാളിഫൈഡ് ആണ്, പക്ഷെ അവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിഞ്ഞാത്തതുകൊണ്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏജ് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, ഗേൾസിന് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ലൈക്ക് ചെയ്ത് വിടുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ, ലൈവ് സെക്ഷൻ, റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സുകൾ, ഇതിന്റെ എല്ലാത്തിന്റെയും PDF നോട്ട്സുകൾ, ഏകദേശം 50,000-ഓളം പ്രാക്ടീസ് സെഷൻസുകൾ, 10,000-ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ, 1,500-ഓളം മോഡൽ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടെലഗ്രാം ചാനലുകളിൽ. അത് പെയ്ഡ് ബാച്ച് എടുക്കുന്നവർക്ക് അത് കിട്ടും. അതുപോലെ തന്നെ EMRSന്റെ ബാച്ചുകൾ സ്റ്റാർട്ട് ആണ്, ഓൺഗോയിങ് ആണ്. അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ 77 36 75 0473 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനി എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ പറയാം. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, ജസ്റ്റ് KVS എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. KVS അതിൽ ഫസ്റ്റ് കാണുന്നത് തന്നെയാണ് കേന്ദ്രീയ വിദ്യാലയ സംഘം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഹിന്ദിയിലായിരിക്കും ആദ്യം കാണുന്നത്. നിങ്ങൾ ഇവിടെ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലേക്കാവും. ഇംഗ്ലീഷിലാക്കുക. ഹിന്ദി വായിക്കാരെന്നുള്ളത് ഹിന്ദിയിൽ തന്നെ പോവുക. ഇംഗ്ലീഷിലേക്ക് ആക്കുക. ഓക്കെ, ഇംഗ്ലീഷിലേക്ക് വന്നു. ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ താഴെ ഇവിടെ അപ്ഡേറ്റ്സ് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ ഫസ്റ്റ് പ്രൊമോഷൻ ഓർഡർ അതല്ല, വിഡ്രോൾ അതല്ല, സെലക്ട് പാനൽ അതല്ല, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. ലിങ്ക് ഫോർ അപ്ലൈയിങ് ടു വേരിയസ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റ് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരും. ഓക്കെ, അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ വരുന്ന പേജാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു പേജ് വരും. ഈ ഒരു പേജ് കണ്ടല്ലോ. സ്റ്റെപ്പ് ടു അപ്ലൈ ഓൺലൈന്, രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദ എബോവ് മെൻഷൻഡ് എക്സാമിനേഷൻ, ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ്. ഈ ഓൾറെഡി രജിസ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ ചിലർ പകുതി ചെയ്തിട്ട് ബാക്കി പിന്നെ ചെയ്യാന്ന് വിചാരിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്കാണ് ഈ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ്. അപ്പം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ ഈ നടുക്ക് കാണുന്ന അതിൽ ന്യൂ രജിസ്ട്രേഷൻ പറഞ്ഞ താഴെ കിടപ്പുണ്ട്. ആ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോം, ഫീ പേയ്മെന്റ്, ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, രണ്ടാമത് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക, മൂന്നാമത് ഫീ പേയ്മെന്റ് ചെയ്യുക. ഓക്കെ, അതിൽ ആ ഫീ പേയ്മെന്റ് കാര്യം കൂടെ കിടക്കുന്നുണ്ട്. എത്രയാണ് ഫീസ് എന്നുള്ള കിടക്കുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. അതിന് താഴെ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിടപ്പുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുക്കുമ്പോൾ അത് പേഴ്സണൽ ഡീറ്റെയിൽസ് പറഞ്ഞിങ്ങനെ വരും. ഇതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്ന പേജ്. അതിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് കാൻഡിഡേറ്റ്സ് നെയിം, ഫാദർ നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഐഡന്റിറ്റി ടൈപ്പ്, ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതായത് നിങ്ങളുടെ ബോഡിയിലെ നമ്പേഴ്സ് ഉണ്ട്, ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉള്ളത്. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, കൺഫേം പേഴ്സണൽ ഡീറ്റെയിൽസ്, എന്താണ് കൺഫേം കാൻഡിഡേറ്റ്സ് നെയിം, കൺഫേം ഫാദർ നെയിം, മദർ നെയിം, ഇതെല്ലാം കൺഫേം ചെയ്ത് കൊടുക്കുക. പ്രസന്റ് അഡ്രസ്, നിങ്ങളുടെ ഇപ്പോൾ അഡ്രസ് ഫുൾ ഇവിടെ കൊടുക്കുക, പിൻകോഡ് സഹിതം. പിന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, അത് മുകളിലെ അഡ്രസ് ആണ്, താഴെയാണെങ്കിൽ സെയിം ആസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അവിടെ കിടപ്പുണ്ട് സെയിം ആസ് പെർമനന്റ് അഡ്രസ്, അത് കൊടുക്കുക. സോറി, ഈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് വരുന്നത് നിങ്ങളുടെ ഇമെയിൽ കൺഫേം ചെയ്യുക, മൊബൈൽ നമ്പർ എഴുതുക, മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക, ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ സെയിം ആസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കൊടുത്ത പെർമനന്റ് അഡ്രസ് തന്നെ ഇവിടെ വരും. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആണെങ്കിൽ രണ്ടായിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക. ദെൻ ചൂസ് പാസ്വേഡ്. നിങ്ങൾ തന്നെ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കുക. ഇവിടെ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് സ്മോൾ ലെറ്റർ വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണം, നമ്പർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ലാഷ്, ഇപ്പം സ്ലാഷ് ഉണ്ട്, പിന്നെ എന്താ പറയാ, ഡോളറിന്റെ സൈൻ ഉണ്ട്, രൂപയുടെ സൈൻ ഉണ്ട്, അല്ലെങ്കിൽ അറ്റ് റേറ്റ് ഉണ്ട്, ഒരുപാട് സൈനുകളില്ല. അങ്ങനെ
അതേതെങ്കിലും നിങ്ങൾ ജസ്റ്റ് KVS 2006 അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു പാസ്വേഡ് ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാസ്വേഡ് ഉണ്ടാക്കുക. അത് ആദ്യം KVSന്റെ ക്യാപിറ്റൽ കൊടുക്കുക, ബാക്കി എല്ലാം സ്മോൾ ആയിട്ട് KVS NVS 2025. ഓക്കെ, പിന്നെ ഒരു @ ഏതെങ്കിലും ഒരു സൈൻ കൊടുത്തിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇട്ടാൽ മതി. അങ്ങനെ ഒരു പാസ്വേഡ് ഉണ്ടാക്കുക. ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള എൻട്രി ചെയ്യാനുള്ള ഒരു വിൻഡോ ആയിരിക്കും തെളിഞ്ഞു വരുന്നത്. അപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. അതിൽ നിങ്ങൾ കൊടുക്കേണ്ട പേഴ്സണൽ ഡീറ്റെയിൽസ് എവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. ഒന്നാമത്തത് കാൻഡിഡേറ്റ്സ് നെയിം. നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് നെയിം എന്താണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ദെൻ ഫാദർ നെയിം കൊടുക്കുക, മദർ നെയിം കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ, മന്ത്, ഇയറിൽ അങ്ങനെ കൊടുക്കുക. ദെൻ നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഐഡന്റിറ്റി ടൈപ്പ് മെയിൽ ആണോ ഫീമെയിൽ ആണോ, ഐഡന്റിറ്റി ടൈപ്പ് എന്താണോ അവിടെ കാണിക്കുന്നത് കൊടുക്കുക. ഐഡന്റിഫിക്കേഷൻ നമ്പറും കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത വരുന്നത് അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ കൊടുത്തിട്ട് അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ഇങ്ങനൊരു പോപ്പപ്പ് വിൻഡോ കാണിക്കുക. അതായത് പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻസ് കെയർഫുള്ളി ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് എൻ ഇൻഫർമേഷൻ എൻറ്റേർഡ് യു. അതായത് അപ്പോഴെപ്പോഴും എഡിറ്റ് ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, എഡിറ്റ് ചെയ്ത് പോവുക. അപ്പം എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. നിങ്ങളുടെ നെയിം ഇവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ജെൻഡർ, അഡ്രസ്, ഫാദർ നെയിം, മദർ നെയിം, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക, ഡിക്ലറേഷൻ കൊടുക്കുക, ഐ അഗ്രി കൊടുക്കുക, സബ്മിറ്റ് സെൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോമിൽ എടുത്തിട്ട് വീണ്ടും വന്നേ നോക്കുക എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോന്ന്. അപ്പം സബ്മിറ്റ് സെൻഡ് OTP വെരിഫൈ മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഐ അഗ്രി കൊടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്തൊരു പേജ് ഇങ്ങനെ ആയിരിക്കും തെളിഞ്ഞു വരുന്നത്. ഇങ്ങനെ തെളിഞ്ഞു വരും. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം ഓക്കെയാണ്, എല്ലാം ടിക്ക് വീണ് കിടക്കും. ജെൻഡർ ഓക്കെയാണ്, ഫാദർ നെയിം ഓക്കെയാണ്, അഡ്രസ് ഓക്കെയാണ്, മദർ നെയിം ഓക്കെയാണ്, മൊബൈൽ നമ്പർ ഓക്കെയാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെയാണ്, ഇമെയിൽ ID ഓക്കെയാണ്. അങ്ങനെ ഓക്കെ വന്ന് കിടക്കും. ഓക്കെ, അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ വീണ്ടും താഴെ ഇവിടെ തന്നെ എഡിറ്റ് ഓപ്ഷൻസ് അപ്പം തന്നെ ഉണ്ട്. എഡിറ്റ് എടുക്കുക, എഡിറ്റ് ചെയ്യാൻ പോവുക. ദെൻ അത് എല്ലാം ഓക്കെ ആണെങ്കിൽ ഐ അഗ്രി കൊടുക്കുക, സബ്മിറ്റ് സെൻഡ് OTP വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുക. കഴിഞ്ഞു. ഇവിടെ ഒരു ഡിക്ലറേഷൻ കാണും, അത് ടിക്ക് ചെയ്യും വേണം. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പേജിലേക്ക് വരുന്നത് ഓക്കെ, ഇത് എല്ലാം ഓക്കെ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ചോദിക്കും ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ആൻഡ് ഗെറ്റ് OTP. ഒക്കെ നമ്മുടെ എല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ കാണിക്കുമല്ലോ നമ്മുടെ നെയിമും ജെൻഡറും അഡ്രസ്സും ഫാദർ നെയിമും മദർ നെയിമും മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ യെസ് കൊടുക്കുക, ഐ അഗ്രി കൊടുക്കുക. ദെൻ സബ്മിറ്റ് OTP ഫോർ വെരിഫൈ മൊബൈൽ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അടുത്ത പേജ് വരുന്നത് ഇതാണ് വരുന്നത്. അതായത് നിങ്ങൾ അവിടെ കൊടുത്ത കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. അതായത് നിങ്ങളെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള കാണിക്കും. അത് രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, OTP വരും. ആ OTP ഇവിടെ കൊടുക്കുക. OTP ഇവിടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് OTP വരും. സബ്മിറ്റ്. അപ്പൊ രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ആയി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ആയി. അപ്പൊ അത് അവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളിവിടെ ഈ സബ്മിറ്റ് OTP കൊടുത്ത് സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും. അതിൽ കാണിക്കും രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റഡ് ആണ്, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആണ്, ഈ കാൻഡിഡേറ്റ് പ്രൊഫൈലും ഇമെയിൽ ID വെരിഫിക്കേഷനും പെൻഡിംഗ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, ഇവിടെ വരും മൊബൈൽ നമ്പർ വെരിഫൈഡ് ഇമെയിൽ ID എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ, അപ്പം കാൻഡിഡേറ്റ് പ്രൊഫൈൽ കംപ്ലീറ്റ് അല്ല, ഇമെയിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് അല്ല. അതുകൊണ്ടാണ് എനിക്ക് താഴെ പോസ്റ്റ് വന്നത് കംപ്ലീറ്റ് പ്രൊഫൈൽ. ഓക്കെ, നമ്മുടെ അത് അപ്ലൈ ചെയ്ത ആളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ വരും. പിന്നെ കംപ്ലീറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരും. അതായത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഓക്കെ കംപ്ലീറ്റ് ആണ്. അടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അല്ല, പെൻഡിംഗ് ആണ്, അത് ചെയ്യണം. ഡോക്യുമെന്റ് അപ്ലോഡ് പെൻഡിംഗ് ആണ്, അത് ചെയ്യണം. പ്രൊഫൈൽ സബ്മിഷൻ പെൻഡിംഗ് ആണ്, അതും ചെയ്യണം. അപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് അത് വരും. നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദർ നെയിം, മദർ നെയിം, നാഷണാലിറ്റി, കാറ്റഗറി, കൺഫേം കാറ്റഗറി, പിന്നെ ആർ യു ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ അത് കൊടുക്കണം. പിന്നെ ചോദിക്കുന്നുണ്ട് ആർ യു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എസ് ഓർ നോ നിങ്ങൾ ആണെങ്കിൽ കൊടുക്കുക. എക്സ് സർവീസ് മാൻ ആണോ അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടോ. ആർ യു സർവിംഗ് ആസ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ടോ. അത് നോ യെസ് കൊടുക്കുകയാണെങ്കിലാണ് ബാക്കി ഇതൊക്കെ ഫില്ലപ്പ് ചെയ്യണം. നോ ആണെങ്കിൽ ഒന്നും വരത്തില്ല. പിന്നെ FCSA കോൺട്രാക്ട് ബേസ് ഇൻ JNBS ആണ്, എസ് ഓർ നോ എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാം നോ എന്ന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരുന്നത് വിസിബിൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക്, നിങ്ങളുടെ ശരീരത്തിലുള്ള വിസിബിൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. ദെൻ മേരിറ്റൽ സ്റ്റാറ്റസ്, കല്യാണം കഴിച്ചില്ലേ എന്ന് കൊടുക്കുക. ക്യാപ്ച വരും, ആ ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സേവ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കൺഫേം മെസ്സേജ് ചോദിക്കും. ആർ യു ഷുവർ വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെലക്ഷൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ഒന്നും കൂടി നോക്കണമെങ്കിൽ എസ് കൊടുത്തുള്ള അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് മുകളിലോട്ട് പോയി നോക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം ഓക്കെ ആണോ ശരിയാണോ നോക്കുക. ശരിയാണെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അടുത്ത പേജിലേക്ക് വരും. ആ പേജ് ഇങ്ങനെ കാണിക്കും. എന്താണ്?
ആപ്ലിക്കേഷൻ ഫോം സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് ഡോക്യുമെന്റ് അപ്ലോഡ് പേജാണ് കാണിക്കുന്നത്. ആ ഡോക്യുമെന്റ് അപ്ലോഡ്. അപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ആയി, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ആയി. ഇനി അടുത്തത് ഡോക്യുമെന്റ് അപ്ലോഡ് പേജ് ആണ്. അത് ശ്രദ്ധിച്ചോളുക. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ രണ്ട് ഡോക്യുമെന്റേ ഉള്ളൂ. ഒന്ന് ഫോട്ടോഗ്രാഫും രണ്ടാമത്തും സിഗ്നേച്ചറുമാണ്. അപ്പൊ ഫോട്ടോഗ്രാഫ് അതിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്, ഫോട്ടോ എന്ന് പറയുന്നത് മിനിമം 10 കിലോബൈറ്റ് 10 കെബിയും മാക്സിമം 200 10 കെബിക്കും 200 കെബിക്കും 200 കിലോബൈറ്റ്സിനും ഇടയിലുള്ളതാണ് ജെപെക്കോ PGO ഫോമാറ്റുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ദെൻ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ജെപെക്കോയാണ് ഫോമാറ്റ്. അതിന്റെ മിനിമം 10 KB മാക്സിമം 50 KB. ഇതാണ് ഫോട്ടോയുടെയും സിഗ്നേച്ചറിന്റെയും സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും ഇതേ ലെവലിൽ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ. ദെൻ അതിനുശേഷം അത് രണ്ടും അപ്ലോഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ക്യാപ്ച കൊടുക്കുക. ഈ ഒരു ക്യാപ്ച വരും, ആ ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജസിലേക്ക് പോയി ഇങ്ങനെ ഒരു പേജ് കാണിക്കും നിങ്ങളടുത്ത്. എന്താണ്? പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ബിഫോർ ഫൈനൽ സബ്മിറ്റ്. ഇഫ് യു ഡു ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫർമേഷൻ പ്ലീസ് യൂസ് ദിസ് ലിങ്ക് പ്രൊവൈഡ് ദ ലെഫ്റ്റ് മെനു എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. അവിടെ ലെഫ്റ്റ് മെനു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിവ്യൂ പേജ് എടുത്ത് റിവ്യൂ ചെയ്ത് അതൊന്നേന്ന് എഡിറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. ഓക്കെ ഓക്കെ അപ്പം ഫൈനൽ സബ്മിഷൻ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പേജാണ് വിടുക. അപ്പം മദർ നിങ്ങൾ പേര് ഓക്കെ ആണെങ്കിൽ ഓക്കെ, കാറ്റഗറി ഇതിലെല്ലാത്തിനും ടിക്ക് നടക്കുന്നുണ്ടോ? കാരണം ഇതെല്ലാം ഓക്കെ ആണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓക്കെ ആണെങ്കിൽ ഇവിടെ ഡിക്ലറേഷൻ കൊടുക്കാൻ കാണും, അതിൽ ടിക്ക് ചെയ്യുക. ദെൻ ഐ അഗ്രി കൊടുക്കുക, ഫൈനൽ പ്രൊഫൈൽ സബ്മിഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും അടുത്ത വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരു വേറൊരാൾ ചെയ്തതാണ്, അയാൾക്ക് ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്തില്ലായിരുന്നു അയാൾ. അപ്പം ഒന്നേ നമ്മൾ ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ പോകണം. അപ്പൊ കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുക്കുന്നു, ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ പോകുന്നു, ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുന്നു, ഇവിടുത്തെ ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്യുന്നു, സബ്മിറ്റ് ഗെറ്റ് OTP. അപ്പൊ അതായത് നമ്മുടെ ഇമെയിലിലേക്ക് നമ്മുടെ OTP വരും. ആ OTP എന്ത് ചെയ്യുന്നു, OTP ഉപയോഗിക്കുന്നു. ദെൻ ഇമെയിൽ വെരിഫൈ ആവുന്നു, വെരിഫൈ. ഓക്കെ, പാസ്വേഡ് കൊടുക്കുന്നു, വെരിഫൈ ആവുന്നു. നമ്മുടെ മെയിലിൽ വന്ന പാസ്വേഡ് കൊടുക്കുന്നു, ഇമെയിൽ വെരിഫൈ ചെയ്യുന്നു. വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനൊരു പോപ്പ് മെസ്സേജ് കാണിക്കും. നിങ്ങളുടെ ഇമെയിൽ വെരിഫൈഡ് ആണെങ്കിൽ ഇമെയിൽ ID വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. അത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വിൻഡോ കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ നോക്കിയോ, രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റഡ് ആണ്, മൊബൈൽ നമ്പർ കംപ്ലീറ്റഡ് ആണ്, കാൻഡിഡേറ്റ് ഫോം കംപ്ലീറ്റഡ് ആണ്, ഇമെയിൽ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ്, അത് ഓക്കെ ആയി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ആയപ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രൊഫൈലും കംപ്ലീറ്റഡ് ആയി, രജിസ്ട്രേഷൻ ഫോമും കംപ്ലീറ്റഡ് ആയി. ഇനിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്ലൈ ഇവിടെ വരും, അപ്ലൈ നൗ. അപ്പം ഈ അപ്ലൈ നൗ ഇവിടെ കാണുമ്പോഴത്തേക്ക് ചാടി കയറി അപ്ലൈ നൗ കൊടുക്കാതെ ഒരു ദിവസം ചിന്തിച്ച് നോക്കുക, മുകളിൽ ചെയ്ത എല്ലാം ഓക്കെ അല്ലേ, സെറ്റ് ആണോ, ഓക്കെ ആണോ. ഓക്കെ അല്ലെങ്കിൽ ജസ്റ്റ് എഡിറ്റ് പ്രൊഫൈൽ ഇവിടെ കിടപ്പുണ്ട്, ആ എഡിറ്റ് പോയതിനു ശേഷം വീണ്ടും ഒന്നും കൂടി നോക്കിയിട്ട് എഡിറ്റ് വന്നിട്ട് ഇതിലേക്ക് വന്നാൽ മതി. അതെല്ലാം ഓക്കെ ആയിട്ടുള്ളവർക്ക് അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. അതായത് രജിസ്ട്രേഷൻ നമ്പർ ഏതാണോ കൊടുത്തിരിക്കുന്നത് ആ രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ചിട്ടുള്ള അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ വരും. ഓക്കെ, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ ആൻഡ് നവോദയ വിദ്യാലയ സമിതി റിക്രൂട്ട്മെന്റ് ഡ്രൈവ് 2025 അസിസ്റ്റന്റ് കമ്മീഷണർ, പ്രിൻസിപ്പള്, വൈസ് പ്രിൻസിപ്പള്, പിന്നെ നോൺ ടീച്ചിങ് പോസ്റ്റ്, KVNV പോസ്റ്റ് PGT, KVNV ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, KVNB പ്രൈമറി ടീച്ചർ. 4 എണ്ണം ഉണ്ട്. ആദ്യം അസിസ്റ്റന്റ് കമ്മീഷണറും പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളാണ് കിടക്കുന്നത്. രണ്ടാമത് നോൺ ടീച്ചിങ് ആണ്. മൂന്നാമത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കിടക്കുന്നത്. നാലാമത് ഗ്രാജുവേറ്റ് ടീച്ചറാണ്. അഞ്ചാമതാണ് പ്രിയാരിറ്റി കിടക്കുന്നത്. ഏതാണോ നമുക്ക് വേണ്ടത് അതിലേക്ക് നമ്മൾ അപ്ലൈ കൊടുക്കുക. ഏതാണോ വേണ്ടത് അതിൽ അപ്ലൈ കൊടുക്കുക. ഇവിടെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, യു മേ അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ബിഫോർ അപ്ലൈയിങ് ഫോർ എനി ഓഫ് ദ പോസ്റ്റ് ലിസ്റ്റഡ് എബോവ്. Once you submit an application for any post, your profile will be frozen and further edits will not be allowed. If you wish to make any corrections, please return to the home page and update your profile accordingly. Proceed with caution. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അപ്ലൈ പേജിൽ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടേക്ക് വരുമ്പോൾ അപ്ലൈ നൗ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാതെ അപ്ലൈ നൗവിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു കറക്ഷൻ വിൻഡോ അവർ തരുന്നതല്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് ഞാൻ എല്ലാം ക്ലിയർ ആക്കുക. ദെൻ അപ്ലൈ നൗ കൊടുത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ട പോസ്റ്റുകൾ ഇവിടെ വരും. അപ്ലൈ നൗ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ഇത് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏതായിരുന്നാലും ഒരു വിൻഡോ ഇങ്ങനെ വരും. ഗ്രാജുവേറ്റ് ടീച്ചർ ആയതുകൊണ്ട് ഇങ്ങനെയാണ് വന്നത്. എന്താണ് വന്നത്? സെലക്ടഡ് പോസ്റ്റ് കേന്ദ്രീയ വിദ്യാലയ സംഘടൻ നവോദയ വിദ്യാലയ സമിതി റിക്രൂട്ട്മെന്റ് ഡ്രൈവ് 2025 ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ. Please read the following instructions carefully before proceeding. Ensure your details are correct. On submit, you cannot change your profile. Submission is final and will be recorded. കിടപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഓക്കെ ആണെങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിൻഡോ ഇങ്ങനെ വരും. ഓക്കെ, അത് കംപ്ലീറ്റ് അല്ലാത്തതാണ് കാണിച്ചത്. ഈ ഒരു വിൻഡോ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അയാൾ അപ്ലൈ ചെയ്തത്. ഓക്കെ, അതായത് ആപ്ലിക്കേഷൻ ഫോം ഫീ പേയ്മെന്റ് കറക്റ്റ് അല്ല എന്നുള്ള അത് കാണിച്ചിരിക്കുന്നത്. അപ്പം കൊടുക്കുകയാണെങ്കിൽ
നമ്മുടെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്ലൈ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് അപ്ലൈഡ് ഫോർ ദ ട്രെയിൻഡ് രാജു ടീച്ചർ മാത്സ് അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ക്വാളിഫിക്കേഷൻസ് ഇവിടെ എല്ലാം വരും, ഇവിടെ കാണിക്കും. ഓക്കെ, പിന്നെ മീഡിയം ഓപ്റ്റ് ഫോർ ടയർ 1. നിങ്ങൾ ഏത് മീഡിയത്തിലാണ് പരീക്ഷ എഴുതാൻ പോകുന്ന ടയർ 1 അത് അവിടെ കൊടുക്കേണ്ടതായിട്ട് കാണിക്കും. ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നൊക്കെ ഇവിടെ കാണിക്കും. അതിന് ഏതിലൊക്കെ അപ്ലൈ ചെയ്തു, നിങ്ങൾ KVS അപ്ലൈ ചെയ്യുന്നോ, KVS മാത്രമാണോ, KVS NVS ഉണ്ടോ, അത് രണ്ടും കൊടുക്കാം, ഒന്നായിട്ടും കൊടുക്കാം. ഓക്കെ, രണ്ടിലും ഒരുമിച്ച് തന്നെയാണ് പരീക്ഷ വരുന്നത്, അതൊന്നും സംശയമില്ലെന്ന് കരുതുന്നു. അങ്ങനെ അപ്ലൈ ഡീറ്റെയിൽസ് കൊടുക്കാം, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, സീറ്റ് ഡീറ്റെയിൽസ്, ഫൈനൽ സബ്മിറ്റ്, ഇത്രയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, എന്നിട്ട് അപ്പം ആദ്യം മീഡിയം ടയർ 1ന്റെ മീഡിയം ഓഫ് എക്സാംസിന്റെ കൊടുത്തു, ഏതൊക്കെയാണ് അപ്ലൈ എന്നുള്ളത് കൊടുക്കുക. ദെൻ ലാംഗ്വേജ് കോമ്പിറ്റൻസി ഓപ്ഷൻ, ഒരെണ്ണം ഇംഗ്ലീഷ് ആണല്ലോ, രണ്ടാമത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീജിയൻ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു അല്ലെ, ഹിന്ദിയോ തമിഴോ മലയാളമോ എന്ത് വേണം തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു. ഇനി ഡു യു ഹാവ് കോമ്പിറ്റൻസി ടു ടീച്ച് ത്രൂ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മീഡിയം? എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഡു യു ഹാവ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. ഡു യു ഹാവ് വർക്കിംഗ് നോളജ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അതർ റീജിയൻ ലാംഗ്വേജ്? അത് എസ് തന്നെ കൊടുക്കണം തീർച്ചയായിട്ടും അതൊക്കെ. ഡു യു ഹാവ് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ സ്കൂൾ ഫോർ KVS, റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ NVS? എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സംശയമുണ്ട്, ഇതിന് എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല. ഓക്കെ, പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, എന്റെ ഒരു അഭിപ്രായമാണ്, നമ്മൾ കേന്ദ്രീയ വിദ്യാലയം സെൻട്രൽ ഗവൺമെന്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റീജിയണൽ ലാംഗ്വേജ് മലയാളം വെക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് ഹിന്ദി ആകുമ്പോഴായിരിക്കും, കാരണം ബാക്കി ഒരു സ്റ്റേറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഹിന്ദിയാണല്ലോ. ഓക്കെ, എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. ദെൻ ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ ക്യാപ്ച വരും, ആ ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ വരും. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കാണിക്കും. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്, ഫൈനൽ സബ്മിറ്റ് എടുത്തു, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു, അത് ക്യാപ്ച കൊടുത്തു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. സേവ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കാണിക്കും. നിങ്ങളുടെ അടുത്ത പേജിലേക്ക് വരുന്നത് നിങ്ങളുടെ മാർക്ക് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള പേജാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയാനായിട്ട് പറയും. പാസ് സ്റ്റാറ്റസ്, ഇയർ ഓഫ് പാസിംഗ്, നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ്, റിസൾട്ട് മോഡ്, അത് പെർസെന്റേജിലാണോ CGPയിലാണോ? CGPയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളുടെ CGPയുടെ പെർസെന്റ് ഇപ്പൊ 6.7 ആണെങ്കിൽ, CGPയുടെ പെർസെന്റ് ആണ് 6.7 ആണെങ്കിൽ നിങ്ങൾ 100-ലോ 1000-ലോ എടുക്കും. ഒരു 1000-ൽ എടുക്കുമ്പോഴത്തേക്ക് 67% എന്ന് വരും നിങ്ങളുടെ മാർക്ക്. അങ്ങനെ എടുക്കാം കേട്ടോ, നിങ്ങളുടെ മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എടുത്ത് കണ്ടുപിടിച്ച് എഴുതുക. ദെൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ബോർഡ് നെയിം ഇവിടെ കൊടുക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള MG ഇവിടെ കാണത്തില്ല. അപ്പൊ താഴോട്ട് വരിക, എനി അതർ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കാണും. എനി അതർ, ഈ ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവിടെ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഓക്കെ ആയിക്കോളും. ദെൻ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ക്യാപ്ച വരും. ക്യാപ്ചയുടെ കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കാണിക്കും. ഫൈനൽ സബ്മിഷന് മുമ്പേ പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻസ് ബിഫോർ ഫൈനൽ സബ്മിറ്റ്. ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് ആൻ ഇൻഫർമേഷൻ പ്ലീസ് യൂസ് ദ ലിങ്ക് പ്രൊവൈഡ് ഓൺ ദ ലെഫ്റ്റ് ബാർ. ഇവിടെ എപ്പോഴും ലെഫ്റ്റ് ബാർ മെനുവിൽ നിങ്ങളുടെ തിരിച്ച് ആപ്ലിക്കേഷനിൽ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നേന്ന് അത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് കയറിയിട്ട് അപ്ലൈ ചെയ്തെല്ലാം ഓക്കെ ആണ് നോക്കുക. അതിനുശേഷം മാത്രം ഈ ഫൈനൽ സബ്മിഷനിലേക്ക് വരിക. ദെൻ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ വ്യൂ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റഡ് ആണ്. ഇനി അടുത്തുള്ളത് പെൻഡിങ് ആയിട്ട് ഫീ പേയ്മെന്റ് മാത്രം കാണും. ദെൻ അവിടെ എഡിറ്റ് ആപ്ലിക്കേഷൻ വരും. അവിടെ എഡിറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എല്ലാം ഓക്കെ ആണ്, പക്കയാണ്, പെർഫെക്റ്റ് ആണെങ്കിൽ ഫീ പേയ്മെന്റിലേക്ക് പോവുക, പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോവുക. ദെൻ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചോ ഓൺലൈൻ വഴിയോ എങ്ങനെ വേണോ നിങ്ങളെ ഫീ പേയ്മെന്റ് ചെയ്യുക. ഇത്രയാണ് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു ഡൗട്ട്സും വരാൻ സാധ്യതയില്ല. അത് നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. വളരെ സിമ്പിൾ, ടിക് ടിക് അടിച്ചു പോകാൻ പറ്റും, ഒരു സംശയം വരാത്ത ആപ്ലിക്കേഷൻ സ്റ്റെപ്സുകളാണ് ഇതിലുള്ളത്. ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും വളരെ സാവധാനത്തിൽ മനസ്സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് മാത്രം പോയിട്ട് അപ്ലൈ ചെയ്യുക. നമുക്ക് തന്നെ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ തെറ്റിപ്പോവും, ഫോൺ നമ്പറും ഒക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് ദയവായിട്ട് സമാധാനമായിട്ട് അപ്ലൈ ചെയ്യുക. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിച്ച് കട്ട് ഓഫ് റേറ്റ് മുമ്പ് കയ്യിൽ വെക്കുക. അത് ഏത് റേറ്റ് മുമ്പുള്ള സർട്ടിഫിക്കറ്റ് ആണ് പഴയത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ബാക്കി ഇതിന്റെ മലയാളം സിലബസ് എന്താണ്, മലയാളം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മലയാളത്തിനുള്ള സിലബസ് എന്താണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ടയർ 1ന്റെ ഫുൾ സിലബസ്, ഫുൾ ഡീറ്റെയിൽഡ് സിലബസിന്റെ വീഡിയോ, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഒരു വീഡിയോ, അതുപോലെ തന്നെ ഫുൾ സിലബസ് ഡിസ്ക്രിപ്ഷന്റെ വീഡിയോ, ഇതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കൊടുക്കട്ടെ. ഒരുപാട് പേരിലേക്ക് എത്തട്ടെ വീഡിയോ. കാരണം ജോലി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പ്രായം, PSC എനിക്ക് ഇനി ഇല്ല, PSC എനിക്ക് ഇനി എഴുതാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നവർക്ക് ഒരു താങ്ങായിട്ട് മാറട്ടെ ഇത് കേട്ടോ. കാരണം പലർക്കും EMRS അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, കാരണം അറിഞ്ഞില്ല അവര്. അറിഞ്ഞില്ല, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ക്ലാസ് തകൃതിയായിട്ട് ക്ലാസ് നടക്കുന്നുണ്ട്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള
പ്രാക്ടീസ് ആയിട്ടുള്ള ഇതിനൊക്കെ എടുത്തിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. 7736 75 4 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി ആരായാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് എല്ലാം തന്നിട്ടുണ്ട്. അതുവഴിയും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലും ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിലും ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽ ഇതിന്റെ എല്ലാ ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ബാക്കിയുള്ള വീഡിയോകൾ ഒത്തിരി സമയമായി, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇത് പറയുന്നില്ല. തീർച്ചയായിട്ടും എല്ലാവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും മീൻസ് അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് സബ്ജക്ട് കോമ്പിനേഷൻ വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്തു തരാം താല്പര്യപ്പെടുകയാണെങ്കിൽ. ഒന്നും കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.